ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പഴയകാല റെസിപ്പിയാണ്. പണ്ട് കല്യാണ വീടുകളിൽ തലേ ദിവസം ഉണ്ടാക്കിയിരുന്ന റെസിപ്പി. ഇത് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. കഴിച്ചിട്ടില്ലാത്ത പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അധികം എരിവൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തൊലിയും ചെറുപയറും ചേർത്തിട്ടുള്ള തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കായത്തൊലി ചെറുപയർ തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 കായയുടെ തൊലി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ കായ നമ്മൾ ഇതിലേക്ക് എടുക്കില്ല കേട്ടോ. കായ ഞാൻ വേറെ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ തൊലി മാത്രമേ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കായ മെഴുക്കുരട്ടി ഉണ്ടാക്കാനല്ല, നമ്മൾ വേറെ എന്തെങ്കിലും കറിക്ക് കായ എടുക്കണമെങ്കിൽ അതിൻ്റെ തൊലി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിപ്സും ശർക്കരയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ, കായയുടെ തൊലി എടുത്ത് വെച്ചിട്ട്. അതിലേക്കായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്, ഒരു 200 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് വേണം, പിന്നെ കുറച്ച് പൊടികളും കൂടി വേണം. പൊടികൾ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് കായയുടെ തൊലി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം കായയുടെ തൊലി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കായത്തൊലി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കായത്തൊലിയും ചെറുപയറും കറി ഉണ്ടാക്കിയപ്പോൾ മുറിച്ചതുപോലെ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ചെറുപയറും കായത്തൊലിയും ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ ഞാൻ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചത്. ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും നമ്മുടെ ചെറുപയർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കായത്തൊലി ചേർക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കുക്ക് ചെയ്യേണ്ട. നിങ്ങൾ ചെറുപയർ സോക്ക് ചെയ്യാതെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെറുപയർ കുക്ക് ചെയ്തിട്ട് 1/4 ഭാഗം വേവായി കഴിയുമ്പോൾ അതിലേക്ക് കായത്തൊലിയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യുക. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ചേർക്കണം. നമ്മളിപ്പോൾ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് കായയുടെ തൊലി ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ കായ 1 മാത്രമേ വലുതുണ്ടായുള്ളൂ, ബാക്കിയുള്ളത് ചെറുതായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കായ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് തൊലി കിട്ടും. കായയുടെ തൊലി നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ആ കറയൊക്കെ പോവില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കായ മേടിക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള കാ നോക്കി മേടിക്കുകയാണെങ്കിൽ നല്ല, നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. വളഞ്ഞിരിക്കുന്ന കായാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കായയുടെ തൊലി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുപയർ കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ കിട്ടും. പിന്നെ കായയുടെ തൊലിയാകുമ്പോൾ ഫൈബർ റിച്ച് ആണ്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കായത്തൊലിക്കും ചെറുപയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. ഇനി പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് 1 വിസിൽ വന്നാൽ മതി കേട്ടോ, അധികം കുക്കാവാനില്ല, കുഴഞ്ഞു പോകരുത്. 1 വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഞാൻ ഇത്രയും വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കായത്തൊലി ചെറുപയർ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിലേക്ക് 2-3 ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് 4 ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 3 പച്ചമുളക് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. 2-3 ഇതിൽ കറിവേപ്പില. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു കപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ചേർക്കാനായിട്ട്. അത് ചില റെസിപ്പികളിൽ നമ്മൾ ചേർക്കാറുണ്ടല്ലോ ലാസ്റ്റ് ഒരു ഇത്തിരി തേങ്ങ, അതുപോലെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്.
എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മുടെ പയറിലേക്ക് കുക്ക് ചെയ്യാൻ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരന് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചേർത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ തോരൻ്റെ ഭാഗത്തിലൊന്ന് ഒതുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഓവറായിട്ട് ഒതുക്കി പോകണ്ട. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പയറും കായത്തൊലിയും കുക്കായി കഴിയുമ്പോൾ നമുക്ക് തോരനാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഈ ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഞാൻ പയർ വേവിച്ച് വന്നപ്പോൾ കുറച്ച് കുഴഞ്ഞു പോയിട്ടോ പയർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തോരൻ കുറച്ച് കുഴഞ്ഞേ ഇരിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പയർ ചൂടുവെള്ളത്തിലാണല്ലോ സോക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഒറ്റ വിസിലിൽ തന്നെ ഒന്ന് കുഴഞ്ഞു പോയത്. ഞാൻ കംപ്ലീറ്റ് പ്രഷർ പോകുന്നതിന് മുന്നേ തന്നെ തുറന്നായിരുന്നു, പക്ഷേ ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്ക് അധികം റോ ടേസ്റ്റ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പയർ ചേർക്കാം. പയറൊക്കെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം കൂട്ടി വയ്ക്കുക. പിന്നെ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്ന് വെള്ളം വറ്റി വരും കേട്ടോ, ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് വീണ്ടും ഒന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ. ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വന്നോളും. കുറച്ച് സമയം ഇതുപോലെ നമ്മളൊന്ന് വെച്ചാൽ മതി ഡ്രൈ ആയി വരാനായിട്ട്. ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് എരിവെല്ലാം ആവശ്യത്തിനായിട്ടുണ്ട്. നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. പയർ കുഴഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ പയർ കുഴയാതെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായത്തൊലി കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. കായത്തൊലി അതുപോലെ തന്നെ ഉണ്ട്, പയർ മാത്രമേ കുഴഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പയറിന് വേവ് കൂടുതലായിരിക്കും, ചില സമയത്ത് കിട്ടുന്ന പയറിന് വേവ് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ പയറിന് വേവ് കുറവാണ്, അതുകൊണ്ടാണ് ഇതുപോലെ കുഴഞ്ഞു പോയത്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കായത്തൊലി ചെറുപയർ തോരൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാണുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. സാധാരണ നമ്മൾ മറ്റുള്ള തോരനുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെയധികം ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കല്യാണ വീടുകളിൽ തലേ ദിവസം ഉണ്ടാക്കിയിരുന്നൊരു കറിയാണിത്. അപ്പോൾ കല്യാണ വീട്ടിലെ തലേ ദിവസത്തെ സദ്യയ്ക്ക് ഉറപ്പായിട്ടും ഇങ്ങനൊരു കറി ഉണ്ടാവുമായിരുന്നു. ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ കായയുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.